ഞാനിപ്പോൾ ഇവിടെ ഓണമായിട്ടൊരു വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം കുമ്പഴയിലാണ് ഈ ഒരു വീട്. കുമ്പഴ കൈതമണ്ണിൽ എന്ന് പറയുന്നൊരു വീട്ടിലാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ അഭിലാഷ് കൈതമണ്ണിൽ, അശ്വിൻ കൈതമണ്ണിൽ എന്ന് പറയുന്ന രണ്ടുപേരുടെ വീടാണിത്. അപ്പം ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീട്ടിൽ വന്നത്? അപ്പോൾ അതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. എല്ലാ കാലത്തും എപ്പോഴും ഈ ഒരു വീടിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേക സ്കൂൾ തുറക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും എല്ലാം ഈ ഒരു സ്കൂളിൽ ഈ ഒരു വീടിന് പ്രത്യേകതയുണ്ട്. ഇവിടെ 2 ജോഡി ഇരട്ടകളുള്ളൊരു വീടാണ്. അപ്പം ഇവരുടെ ഒരു സ്കൂളിൽ പോക്കും ഇവരുടെ ആഘോഷങ്ങളും എല്ലാം എപ്പോഴും വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതാ ഈ ഇരിക്കുന്നവരാണ് അവർ. എന്തായാലും നമുക്ക് ഇവന്മാരോടൊന്ന് ചോദിച്ചോക്കെ. മക്കളെ എന്തൊക്കെയുണ്ട്? വാ, ഞങ്ങൾ എഴുന്നേറ്റ് വാ. ഓക്കെ, വാ. പേരെങ്ങനെയാ? എന്തോ? ദേവദർശൻ. മോന്റെ പേരെങ്ങനെയാ? എന്തോ? ദേവർഷൻ. ഓക്കെ. ഇവിടെ പേരെന്താ? അശ്വന്ത്. അടിപൊളി. അവിടെ എന്താ പേരെന്താ? ഓക്കെ. കണ്ടോ, മിടുക്കന്മാരായിട്ടുള്ള 4 പേരാണ് ഈ വീട്ടിലുള്ളത്. ഇപ്പം ഇവരുടെ ഒരു ഓണാഘോഷങ്ങളും ഇവരുടെ ഒരു പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പം ഇവിടെ 4 പേരും ചേർന്നൊക്കെ അത്തപ്പൂക്കളൊക്കെ ഇട്ടുണ്ട്. വേറെയും 2 പേരും കൂടെ ഉണ്ട്. അതിലൊരാളാണ് ഈ ഇരിക്കുന്നത്. ഇയാളും ഇവരുടെ ഒരു കൂട്ടത്തിലുണ്ട്. അദ്ദേഹം പൂവൊക്കെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ താഴെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ ഓണാഘോഷം പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അമ്മമാരും ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇതാണ് ഇവരുടെ ഈ അമ്മമാര്. നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയുണ്ട്. ഓണമൊക്കെ എവിടെ വരെയായി? ഓണം ഏകദേശം എല്ലായി. അപ്പൊ നമ്മുടെ എല്ലാ കാലത്തും ഈ ഒരു ഇവന്മാരുടെ സ്കൂളിൽ പോക്കും പരിപാടികളൊക്കെ ആയിട്ട് നല്ലൊരു ആഘോഷം ഉണ്ടാകുന്നൊരു സമയമാണ് എപ്പോഴും. അപ്പൊ ഈ ഓണത്തിന്റെ കാലത്ത് എങ്ങനെയാണ്? ഓണം ഇനി എല്ലാം ആയി. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പായൊക്കെ ഇട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഊണ് കൊടുക്കണം. അപ്പൊ ഊണെല്ലാം കാലായി. ഓക്കെ. അപ്പം ഇത് ആരാണ് നിങ്ങളുടെ മക്കളെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കുമല്ലോ. ഓക്കെ, അതാണ്. എല്ലാവരും ഒരേ സമപ്രായക്കാരാണ്. എല്ലാവരും ഒരുമിച്ചൊക്കെയാണ് വളരുന്നതും ആഘോഷങ്ങളും പരിപാടികളും സ്കൂളിൽ പോക്കും എല്ലാം ഒരുപോലാണ്. അപ്പം ചേച്ചി, എന്താണ് ഇവിടുത്തെ ഒരു ഓണാഘോഷം പരിപാടിയൊക്കെ? എല്ലാം വളരെ സന്തോഷമായിട്ട് നടക്കുന്നു. പിള്ളേര് തന്നെ ഏറ്റവും വലിയ കാര്യം. അതെ, പിള്ളേര് മിടുക്കന്മാരായിട്ട് വികൃതിയൊക്കെയാണോ? കുഴപ്പമില്ല, ചെറിയ പരിപാടിയൊക്കെ ആണല്ലേ. ഇത്ര നേരം ഒരു താഴെ ഓണാഘോഷ പരിപാടിയൊക്കെ ആയിരുന്നു. നമ്മളപ്പം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണ്. എന്താണ് ഇവരുടെ വീട്ടിലൊരു ഓണാഘോഷ പരിപാടിയൊക്കെ എന്നാണ് അറിയുന്നത്. അപ്പൊ നമ്മളൊന്ന് പൂവിട്ട് കാണിക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേനും കാണിക്കുന്നില്ല. പൂവൊക്കെ വാരി എറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനെ ചില കുസൃതികളും വികൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരുടെ സ്കൂളിൽ പോക്കും പരിപാടിയൊക്കെ എങ്ങനെയാ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നതൊക്കെ? പ്രകൃതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പ്രമാടം. ഓക്കെ. അപ്പൊ രാവിലെ ഒരുക്കി വിടുന്നൊരു ചെറിയ ബുദ്ധിമുട്ട് അന്നേരം ഉണ്ട്. ഭക്ഷണം എല്ലാം കൊടുത്ത് വിടണല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. അപ്പം വളരെ മിടുക്കന്മാരായിട്ടുള്ള ഒരു കുട്ടികളാണ് ഇവന്മാര്. 4 പേരുണ്ട്. ഇതിൽ കൂടാതെ വേറെയും 2 പേരുണ്ട്. എന്തായാലും ഇതിൽ വളരെ ഒരു കൗതുകം തന്നെ ഉണ്ട്. കാരണം ഈ ഒരു 4 പേരും ഒരുമിച്ച് ചേർന്ന് വളരുന്നതും അവരുടെ ഒരു ആഘോഷങ്ങളും അവരുടെ ഒരു ഓണാഘോഷങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ക്രിസ്മസും ഇതുപോലെയൊക്കെ തന്നെയാണ്. ക്രിസ്മസും ഒക്കെ വളരെ വിപുലമായിട്ട് തന്നെയാണ് ഇവർ ആഘോഷിക്കുന്നത്. പിന്നെ ഈ പൂക്കളൊക്കെ ഇടുന്നത് ഇപ്പം വളരെ ചെറുപ്പത്തിന്റെ ഒരു വലിയൊരു നന്മ ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഓണത്തിന്റെയും എല്ലാത്തിന്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇനിയിപ്പം പതുക്കെ മറ്റ് ആഘോഷങ്ങളിലൊക്കെ ഇവർക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു.